പഞ്ചാബിൽ AAP MLA വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. ലുധിയാന MLA ഗുർപ്രീത് ഗോഗി ബാസിയാണ് മരിച്ചത്. സ്വയം വെടിവെച്ചതെന്നാണ് സംശയം. വെടിയേറ്റ മുറിവുകളുടെയാണ് MLA കുടുംബാംഗങ്ങൾ ആശുപത്രിയിൽ എത്തിച്ചത്. PR സുനിൽ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. PR സുനിൽ, ഗുഡ് മോർണിംഗ്. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയാണ് ഇങ്ങനെയൊരു മരണം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. എന്താണ് കാരണമെന്നാണ് പോലീസ് പറയുന്നത്? കുടുംബാംഗങ്ങളുടെ പ്രതികരണങ്ങൾ എന്തെങ്കിലും ലഭ്യമാണോ PR സുനിൽ? ഗുഡ് മോർണിംഗ് അരുൺ. ഏതായാലും ഈ വിഷയത്തിൽ അന്വേഷണം തുടരുകയാണ്. ഇന്നലെയാണ് ഈ സംഭവം ഉണ്ടായത്. ഇന്നലെ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്ത ശേഷം ഗുർപ്രീത് ബാസി വീട്ടിലെത്തിയതായിരുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ മുറിയിൽ ഇരിക്കുകയായിരുന്നു. വെടിയൊച്ച കേട്ടതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ മുറിയിലേക്ക് പോയപ്പോൾ അദ്ദേഹം ചോരയിൽ കുളിച്ചു കിടക്കുന്നതാണ് കണ്ടത്. പിന്നീട് കുടുംബാംഗങ്ങളാണ് ഇദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അബദ്ധത്തിൽ വെടിവെച്ചതാണോ, വെടിയേറ്റതാണോ, അതോ ആത്മഹത്യയാണോ എന്ന കാര്യം വ്യക്തമല്ല. ഏതായാലും ഈ വിഷയത്തിൽ അന്വേഷണം നടക്കുന്നുവെന്നാണ് ലുധിയാന പോലീസ് ഇപ്പോൾ വ്യക്തമാക്കി. നമുക്കറിയാം, വാർത്തകളിലൊക്കെ ഇടം നേടിയ ഒരു ആം ആദ്മി പാർട്ടി നേതാവാണ് ഗുർപ്രീത് ബാസി. സ്കൂട്ടറിലാണ് ഇദ്ദേഹം നാമനിർദ്ദേശ പത്രിക നൽകാൻ പോയിരുന്നത്. നേരത്തെ കോൺഗ്രസ് നേതാവായിരുന്നു. അതിനുശേഷം 2022 ഗുർപ്രീത് ബാസി ആം ആദ്മി പാർട്ടിയിൽ ചേർന്നത്. വലിയ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം ലുധിയാനയിൽ നിന്ന് വിജയിച്ചത്. സ്കൂട്ടറിൽ നാമനിർദ്ദേശ പത്രിക നൽകാൻ പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് തൻ്റെ മാതാവ് നൽകിയ ഗിഫ്റ്റാണ് ഈ സ്കൂട്ടർ എന്നാണ്. ഇതൊരു ലക്കി സ്കൂട്ടർ എന്നാണ് പലപ്പോഴും ആ സ്കൂട്ടറിനെ അദ്ദേഹം വിശേഷിപ്പിച്ചിരുന്നത്. ഭാര്യയ്ക്കൊപ്പമാണ് അദ്ദേഹം ഈ നാമനിർദ്ദേശ പത്രിക നൽകാനൊക്കെ ഈ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് മുമ്പിലേക്ക് പോയിരുന്നു. അങ്ങനെയൊക്കെ തന്നെ വാർത്തകളിൽ ഇടം നേടിയ ഒരു ജനപ്രതിനിധിയാണ് ഗുർപ്രീത് ബാസി. ഏതായാലും അദ്ദേഹം ഈ വെടിയേറ്റ മുറിവുകളോടെയാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഉടൻ തന്നെ മരണം സംഭവിച്ചു എന്ന് ഡോക്ടർമാർ സ്ഥിരീകരിക്കുകയും ചെയ്തു. ഏതായാലും വിഷയത്തിൽ അന്വേഷണം തുടരുകയാണ്.